യെസ്, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. സോ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏത് ചാപ്റ്ററാണ് കുറച്ച് കൂടുതൽ സമയം നമ്മൾ അലോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് എന്തൊക്കെയാണ് വരുന്നത്? ബേസിക്കലി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 നടന്നിരിക്കുന്ന മോഡൽ എക്സാമിന്റെയും പബ്ലിക് എക്സാമിന്റെയും ചാപ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നമ്മളെ ചാപ്റ്റേഴ്സ്, നമ്മുടെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളെ ഫസ്റ്റ് സെറ്റ് പറയുന്നത് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ 10 മാർക്കാണ് അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ക്വസ്റ്റ്യൻസ് ആണ്. 6 ക്വസ്റ്റ്യൻസ് ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും 11 ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. 6 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലും അവിടെ ഒരു 7-8 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും 6 നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. എല്ലാത്തിനും ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ 6 ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും 3 മാർക്ക് വെച്ച് അങ്ങനെ 18 മാർക്കാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് 5 ക്വസ്റ്റ്യൻസിന്റെ ഒരു സെറ്റാണ്. 5 ക്വസ്റ്റ്യൻസ്, അതായത് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. ഓരോന്നിനും 4 മാർക്ക് വെച്ചിട്ടാണ് അങ്ങനെ 20 മാർക്ക്. ലാസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ 2 ക്വസ്റ്റ്യൻ, അതായത് എസ് എ ക്വസ്റ്റ്യൻസ്. 2 എണ്ണം, ഓരോന്നിന് 6 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ അതിന് 12 മാർക്ക്. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 60 മാർക്കിലാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എക്സാം വരാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതില് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് മോഡൽ എക്സാമിനും അതേപോലെ തന്നെ പബ്ലിക് എക്സാമിനും ആ ഒരു പാറ്റേൺ എന്താണ് വന്നിരിക്കുന്നത്? സോ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്കോപ്പ് ആൻഡ് ഡെവലപ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ആകെ 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് മേ ബി ഡെഫിനിഷൻ ആയിരിക്കും. NSSOയുടെ ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ ISIന്റെ ഡെഫിനിഷൻ എന്താണ്, അത്തരത്തിലുള്ള ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ ആണ് എന്തിൽ വന്നിരിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ആകെ ഫസ്റ്റ് ചാപ്റ്ററിന് ആകെ കൂടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളെ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നോക്കുകയാണെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസും 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഇതിലൊരെണ്ണം എഴുതാം, അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ 2 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ 7 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ആ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ എന്നുള്ള ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് 7 മാർക്കിനുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചോദിച്ചിരിക്കുന്നത് ഒരെണ്ണം ഫ്രീക്വൻസി ടേബിൾ ആണ്, മറ്റേത് ഏതെങ്കിലും നമ്മളുടെ ബ്ലാങ്ക് സ്കെലറ്റൻ ഓഫ് ദ ടേബിൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആൻഡ് നമ്മളുടെ 4ാമത്തെ ചാപ്റ്റർ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്, ഏതെങ്കിലും ഒരു ഡയഗ്രമോ ഗ്രാഫോ വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതാണ് നമ്മളെ 3 മാർക്കിന് വരുന്ന ചോദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരാളാണ് ഒജേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും എസ് എ പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒജേഴ്സിന്റെ ക്വസ്റ്റ്യൻ. ഒജേഴ്സ് വരച്ചിട്ട് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മോഡൽ എക്സാമിനായാലും പബ്ലിക് എക്സാമിനായാലും റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഒജേഴ്സിൽ നിന്ന് മീഡിയൻ കണ്ടെത്തുക എന്നുള്ള ചോദ്യം. സോ അത് കൊടുത്തിരിക്കുന്നത് ഞാൻ സെൻട്രൽ ടെൻഡൻസിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ മീഡിയൻ കണ്ടെത്തുക, മീഡിയൻ എവിടെയാണ് പഠിക്കുന്നത്, സെൻട്രൽ ടെൻഡൻസിയിലാണ്. സോ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്, ഏറ്റവും അധികം മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നാണ്. സോ സെൻട്രൽ ടെൻഡൻസിയിൽ നോക്കുകയാണെങ്കിൽ 22ഓളം മാർക്കിനാണ് നമ്മൾക്ക് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 3 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 മാർക്കിന്റെ സെഷൻ ആൻഡ് എസ് എ പാർട്ടിലും ഇത്രയും എല്ലാ സെഷനിലും നമുക്കിപ്പം ഏത് സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാ സെറ്റിലും കാണാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അത് സെൻട്രൽ ടെൻഡൻസി ആണ്. ഒരൊറ്റ സെക്ഷൻ പോലും വിടാതെ. സോ നിങ്ങൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ അത് സെൻട്രൽ ടെൻഡൻസി തന്നെയാണ്. ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. ആ ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള ഇക്വേഷൻസിന് മാത്രമായിട്ടൊരു വീഡിയോ, സെൻട്രൽ ടെൻഡൻസിയിൽ ഇക്വേഷൻസിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഈ ഒരു ചാനലിൽ അപ്ലോഡഡ് ആണ്. അതൊന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്പേർഷൻ, അതും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. എസ് എ പാർട്ടിൽ വരുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്പേർഷനിൽ നിന്നുള്ളതാണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ആൻഡ് അതിന് 13ഓളം മാർക്കാണ് ടോട്ടൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സ്ക്യൂനസ് ആൻഡ് കുട്ടോസിൽ നോക്കുകയാണെങ്കിൽ 7 മാർക്കായിരുന്നു. പ്രൊബബിലിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നത് 6 മാർക്കുള്ള ചോദ്യങ്ങളാണ്. കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നത് 4 മാർക്കുള്ള ചോദ്യങ്ങളാണ്. ഇനി കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ നമ്മളുടെ ബേയസ് തിയറം ആണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്നുള്ള ഒരു ചാപ്റ്ററിന് ഏറ്റവും അധികം റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അത്
മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം ഈസിയാണ്, കുറച്ച് കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ അത്യാവശ്യം ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ ഒരു ഐഡിയ, ആ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണ് നമ്മളുടെ കണ്ടീഷണൽ പ്രോബിലിറ്റിയിൽ നിങ്ങൾക്ക് വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളെ സാമ്പിളിംഗ് ടെക്നീക്സ് ആണ്. സാമ്പിളിംഗ് ടെക്നീക്സിൽ നിന്ന് നമുക്ക് 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ ഇത്രയാണ് നമ്മളുടെ ചാപ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെയും പബ്ലിക് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ വരുന്നത്. സോ ഇതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും അധികം ഇമ്പോർട്ടൻസ്, ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പേർഷനുമാണ്. കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും അധികം ചോദ്യങ്ങൾ SA പാർട്ടിൽ അടക്കമുള്ള ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. സോ നിങ്ങൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ അറിയാലോ, നമുക്ക് കുറഞ്ഞത് 18 മാർക്കെങ്കിലും വേണം. പാസ് മാർക്ക് എന്ന് പറയുന്നത് 18 മാർക്കാണ്. സോ ഏറ്റവും ചുരുങ്ങിയത് അതിലേക്കെങ്കിലും എത്തുക എന്നുള്ളതാണ് നമ്മളുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ഒരിക്കലും അതല്ല നമ്മളുടെ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത്. അതെന്നും നമ്മൾക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്നുള്ളതായിരിക്കണം നമ്മളുടെ ഫൈനൽ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുക. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ളൊരു പ്ലാനും നിങ്ങൾ സെറ്റ് ചെയ്യണം. ഗോൾ വിത്തൗട്ട് എ പ്ലാൻ ഇസ് ജസ്റ്റ് എ ഡ്രീം. അപ്പൊ എനിക്ക് A+ കിട്ടണം, ഫുൾ മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഇവിടെ ഇരുന്നാൽ പോരാ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്താണോ നിങ്ങൾക്ക് വേണ്ടത്. ആൻഡ് ഇനി എത്ര ദിവസങ്ങളുണ്ട്? 17-ാം തീയതി നമ്മളെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അതിലേക്ക് ഇനി എത്ര ദിവസങ്ങളുണ്ട്? ആൻഡ് അവിടെ നിന്ന് തുടങ്ങണം. സോ 17-ാം തീയതി നമ്മളുടെ എക്സാം ഏതാണ് വരുന്നത്? ആൻഡ് അതിനായിരിക്കും പ്രോബബ്ലി 17-ാം തീയതിയുള്ള എക്സാമിന്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ 16-നും അല്ലെങ്കിൽ 15-നും പഠിക്കുന്നുണ്ടായിരിക്കുക. അതിന്റെ ബാക്കിലോട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഇനി ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. സോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണമെന്നുള്ളത് റിവേഴ്സ് ഓർഡറിൽ വേണം നിങ്ങൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്വാഭാവികമായിട്ടും 17-ാം തീയതി എക്സാമിന്റെ ആയിരിക്കും നിങ്ങൾ 16-നും 15-നും പഠിക്കുന്നുണ്ടായിരിക്കുക. സോ അതിന്റെ നേരെ ബാക്കിലോട്ട് വരാം. മോഡൽ എക്സാം അറിയാലോ, ഒരു ദിവസം 2 സബ്ജക്ട്സ് വെച്ചിട്ടാണ് എക്സാം വരുന്നത്. സോ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സും കാറ്റഗറൈസ് ചെയ്യുക. സെറ്റ് എ പ്ലാൻ ആൻഡ് ഗോ ഫോർ ദ ഗോൾ. ഓൾ ദി ബെസ്റ്റ്.